ഇത് പാർക്ക് പോവാണ് കേട്ടോ. വീടിന്റെ അടുത്തന്നെട്ടോ പാർക്ക്. ഇതിന്റെ മികത്തനാണ് കേട്ടോ. അപ്പൊ അത് പാർക്കിലെത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു കേട്ടോ. എന്നാ പിന്നെ പാർക്കിന് കാണാം. ഗൈസ്, എമ്മിമോനൊക്കെ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. ഗൈസ്, ഞങ്ങൾ ഓട്ടോസ്ക്കാണ് കേട്ടോ പോണത്. നടക്കാനുള്ള ദൂരമുള്ളൂ. എനിക്ക് നടക്കാൻ മടിച്ച് ഓട്ടോറിക്ഷ വിളിച്ചതാണ്. ഗൈസ്, എന്തോടെ 10 രൂപയല്ലേ. ഐസ്ക്രീമും ഉപ്പിലിട്ടതൊക്കെ വാങ്ങണമെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഗൈസ്, ഞങ്ങൾ കോംബോ ടിക്കറ്റ് ആണ് എടുത്തത്. കോംബോ ടിക്കറ്റ് ആകുമ്പോൾ ഒരാൾക്ക് 200 വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ 370 രൂപയാവേ. ഒരുപാട് കളിക്കാനുണ്ട് കേട്ടോ ഇവിടെ. എല്ലാവരും വന്നോക്കണ്ട, എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഏതായാലും കോംബോ ടിക്കറ്റ് എടുത്തോണ്ട് എല്ലാത്തിനും കയറി മുതലാക്കിട്ടോ. കുട്ടികൾ കളിച്ചിരുന്നതൊക്കെ കാണാൻ ഇമ്മർക്കും എല്ലാവർക്കും കയറേ. പൊളിച്ച് പോവേ. ആ ഷേഡിൽ കയറിയാൽ എമ്മിമോൻ ഉറങ്ങണമെന്നല്ല കേട്ടോ. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടിക്കണേ. വെയ്യോർക്ക് ഇഷ്ടമുള്ള സ്ഥലമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. വെയ്യോർക്ക് ആടല്ല ഊഞ്ഞാലുണ്ട് ഇവിടെ. ഇന്ന് ആൾക്കാരൊക്കെ കുറവാണ്. എല്ലാ ദിവസവും ഒരുപാട് ആൾക്കാരുണ്ടാവുന്നുണ്ട്. പിന്നെ റിയവളാറിന്റെ പ്രത്യേകം എന്താ അറിയോ? തൊട്ടടുത്ത് നമ്മളെ ചായാട് പൊഴിയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്ന ഒരുപാട് കാഴ്ചകളൊക്കെ കാണേ. ഞങ്ങളവിടെ എത്തിയപ്പോ സർഫത്താത്ത കണ്ടിട്ടോ. എനിക്ക് ഇതിന് പേടി കേട്ടോ കയറാന്. ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മിജോന് പേടിയായേ. അതുകൊണ്ട് ഞാനും മിജിട്ടാണ് വേഗം ഇങ്ങോട്ട് ഇറങ്ങി. അപ്പത്തേനും ഇവിടെ ഞങ്ങള് ബോട്ടുണ്ട ബൈക്ക് പോയിട്ടോ. എന്ത് രസാണ് ഇവിടെ. സത്യം പറഞ്ഞാൽ പോരാൻ തോന്നൂല. പിന്നെ എനിക്ക് പേടിട്ടോ കയറാന്. ഇത് പിന്നെ കുറച്ച് വലിയോൾക്കുള്ളതാണ് കേട്ടോ. പിന്നെ കണ്ടോ ഫാമിലി പൂളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വലിയോൾക്കും വന്നും കൊണ്ട് വാങ്ങി ചാടേ. ഇതിനുള്ള പക്ഷികളും മൃഗങ്ങളൊക്കെയാണ് കേട്ടോ. ഇങ്ങനത്തെ മൃഗങ്ങളും പക്ഷികളൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാണ്. ചിലതൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയായി.
അപ്പൊ guys, ഇതിൽ കയറി നമുക്ക് കുറെ പശുക്കളും മൃഗങ്ങളും കാണാൻ പറ്റുവേ. പിന്നെ ട്രെയിനിൽ കയറാൻ ടിക്കറ്റ് എടുക്കുകയാണേ. ഞങ്ങൾ തുണി കയറാൻ പോവാണേ. എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാനൊന്ന് കേറി നോക്കിയതാ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ പണി പാളിട്ടോ. ഞാനും ഇതും കരഞ്ഞ് നിർത്താൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കാണ് എന്റെ ഉമ്മച്ചി സംഘാടനം കുറെ ആട്ടോ. അപ്പത്തോളം യാത്രയാവാനായിട്ടോ. ഞങ്ങൾ ഐസ്ക്രീമും നെല്ലിക്കും മാങ്ങ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിയേ. പിന്നെ ലാസ്റ്റ് ആയിട്ടോ സിംബിൾ പോയത്. അതേ സനിക്കാക്ക് മുതലാക്കിക്കണ്. കാപ്പറന്ന് പൊന്നേല്ല വിളിച്ചിട്ട്. അപ്പൊ ഇന്നത്തെ തന്നെ വിശേഷങ്ങൾ എത്രയുള്ളേ.